വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പറയാൻ പോകുന്നത് നമ്മുടെ പത്തനംതിട്ട അടുത്ത ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് സമയം തമിഴിലില്ലാതെ മലയാളത്തിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് തമിഴിൽ തന്നെ വീണ്ടും റീക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ മാല കാണാതെ പോയതിനു ശേഷം എല്ലാവരും കൂടിയിട്ട് ഓരോ മുറികളായിട്ടൊക്കെ തപ്പുന്നുണ്ട്. എവിടെയും കാണുന്നില്ല കേട്ടോ. ഈ സമയത്ത് ജലജ പറയാണ് പുറത്തുനിന്ന് വന്നവരുടെ ബാഗ് ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന്. മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജ ഇനി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ നിനക്കിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും തല്ല് കിട്ടും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ജലജ പറയാണ് ശരി എൻ്റെ മുറി തന്നെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ജലജയുടെ മുറി എല്ലാവരും നോക്കാണ്. അങ്ങനെ ലാസ്റ്റ് കനകയുടെ ബാഗ് ജലജ കാണിച്ചിട്ടാണ് ഇനി ഈ ബാഗ് കൂടെ തപ്പി നോക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആനിയാണ് കേട്ടോ ആ ബാഗ് എടുക്കുന്നത്. മുത്തശ്ശൻ പറയണം അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട് വേണ്ട സാറേ, എൻ്റെ മേലിൽ ഇങ്ങനെ ഒരു പഴി വന്നതിന് ശേഷം അത് തുറക്കാതിരുന്ന ശരിയാവത്തില്ല, അതുകൂടെ ഒന്ന് തുറന്നു നോക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പം ജലജ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവളുമാരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും, ഇവളുമാർ ഇപ്പൊ തന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുടഞ്ഞിട്ട് കഴിയുമ്പോഴേക്കും അതിനകത്ത് ഡ്രസ്സുകളല്ലാതെ മറ്റൊന്നും തന്നെ കാണില്ല കേട്ടോ. ജലജ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് കണ്ടോ ഒന്നിലുമില്ല, പിന്നെ ആ മാല എവിടെ പോവാനാ എന്നൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി വന്നിട്ട് ഒന്നുകൂടി അത് കുടഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി നോക്കിയിട്ടും അതിനകത്തൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് കണ്ടില്ലേ, വെറുതെ ഓരോരുത്തരെ പരിചാരം നിൽക്കരുത് ജലജ, നിനക്കല്ലായിരുന്നോ കനകയുടെ ഭാര്യ തപ്പാൻ ഇത്രയ്ക്കും ആക്രാന്തം, ഇനി നീ തന്നെ നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജലജ ഈ മനസ്സിൽ ഈശ്വരൻ ഇത് തന്നെയാണല്ലോ വെച്ചതെന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും വീണ്ടും ആ മാല ഉണ്ടോയെന്ന് തപ്പാൻ വേണ്ടിയിട്ട് ആ ബാഗ് കുടഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ താഴേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മുത്തശ്ശനൊക്കെ. ഇതേ സമയത്ത് തന്നെ ജലജ വീണ്ടും വന്നിട്ട് ആ ബാഗ് ചെക്ക് ചെയ്യാണ്. ഞാൻ ഇവിടെ തന്നെ വെച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും പുറകെ വന്ന് നിൽക്കുകയാണ് കേട്ടോ നയനയും നവ്യയും. നവ്യ ചോദിക്കുകയാണ് എന്താ അമ്മയെ തപ്പി കഴിഞ്ഞോ എന്ന്. എന്ത് തപ്പാന്, നിന്റെ അമ്മ വേറെ എവിടെയും കൊണ്ട് വെച്ച് കാണും ആ മാല എന്നൊക്കെ പറയുന്നുണ്ട്. ആ മാല ആരെടുത്ത് ഒളിപ്പിച്ചെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോഴേക്കും ജലജ ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. ദേണ്ടേ ആ മാല എന്നും പറഞ്ഞിട്ട് നവ്യ ആ മാല കാണിക്കുന്നുണ്ട് കേട്ടോ. ഓഹോ നീ അപ്പം ഇത് എടുത്തല്ലേടിയും ചോദിക്കുമ്പോൾ മിണ്ടി പോകരുത്, എൻ്റെ അമ്മയെ കളിയാക്കാനും ഞങ്ങളെ നാണം കെടുത്താനുമായിട്ട് മനഃപൂർവ്വം നിങ്ങൾ ആ മാല കൊണ്ടുവന്ന് ഈ ബാഗിൽ വെച്ചതല്ലേ, ഞാനത് കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജലജപ്പൊന്ന് പരങ്ങിയിട്ട് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, നീ തന്നെ ആ മാല ഒളിപ്പിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ്. നീ മാല കൊണ്ടുപോകാൻ നോക്കിയതായിരിക്കും, ഇനി ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ മേലിൽ പഴിചാരില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ദാ ഈ ഫോൺ കണ്ടോ, ഇതിലെല്ലാം ഞാൻ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് മുത്തശ്ശനൊക്കെ കാണിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും ജലജ പേടിച്ചിട്ട് അയ്യോ കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നായന വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ആദ്യം ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടത്, നിങ്ങളെപ്പോലെ ദുഷ്ടായ സ്ത്രീ ഈ ലോകത്ത് വേറെ കാണില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ ഇങ്ങനെ അവളെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. കൈ ഓങ്ങിയ പാട് തന്നെ കൈക്ക് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ നയന. എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ഈ വീഡിയോ ഞങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഹാളിൽ TV-യിൽ തന്നെ പ്ലേ ചെയ്യാൻ പോവാ, നിങ്ങളുടെ കള്ളത്തരം എല്ലാവരും കാണട്ടെ, എന്നിട്ട് മുത്തശ്ശിയും ചേർന്ന് നിങ്ങളെ ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയാണ് സോറി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ആ മാല ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ട് കൊടുത്തേക്കാന്ന് പറയുമ്പോൾ ശരി ഈ മാല നിങ്ങൾ കൊണ്ടുപോയിട്ട് അത് അവിടെ കിടന്ന് കിട്ടിയതാ, നഷ്ടപ്പെട്ടു പോയതാണെന്ന് പറയണം, അതല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ ഫോണിലെ വീഡിയോ എല്ലാവരും കാണിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയോട് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞല്ല നിങ്ങൾ കേട്ടിരിക്കണം, ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യം അനുസരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജലജ ശരിയെന്നും പറഞ്ഞിട്ട് ആ മാലയും കൊണ്ട് താഴോട്ട് പോവാണ്. ഈ സമയത്ത് നയന ചോദിക്കുന്നുണ്ട് ചേച്ചി ശരിക്കും ചേച്ചിയുടെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല നയന എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അമ്മേനെ അവർ കള്ളിയാക്കാൻ നോക്കി, കൂട്ടത്തിൽ നമ്മളൊന്നും ആർത്തില്ലായിരുന്നോ, ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നോ, അപ്പം ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കാം കേട്ടോ നവ്യ. അങ്ങനെ രണ്ടുപേരും താഴേക്ക് പോയിട്ട് മുത്തശ്ശനോട് ജലജ പറയുന്നുണ്ട് മാല കിട്ടി, ഇവിടെ തറയെ കിടന്നാ കിട്ടിയത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് കണ്ടില്ലേ നിനക്കല്ലായിരുന്ന വെപ്രാളം മൊത്തം, അവസാനം നീ തന്നെ കൊണ്ട് തന്നല്ലേ, ഇവിടെ കാണാതെ പോയ കാര്യം ആദ്യം പറഞ്ഞ് ബഹളം വെക്കുന്നത് നീ തന്നെയാ, ഇപ്പൊ കൊണ്ടുവന്നത് നീ തന്നെയാ, ഇതിന്റെ പിന്നിലൊക്കെ എന്തോ ഒരു രഹസ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്തോ നീ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അയ്യോ അച്ഛാ സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാം കേട്ടോ ജലജ. എന്നിട്ട് ആദർശം എന്നിട്ട് പറയുന്നുണ്ട് വെറുതെ നയനയുടെ അമ്മേനെ നയനയൊക്കെ എന്തുമാത്രം കുറ്റം പറഞ്ഞു അപ്പച്ചി, ഇപ്പം മനസ്സിലായില്ല അപ്പച്ചിക്ക്, അതിലൊന്നും ഒരു കഴമ്പോ ഇല്ലാന്ന്, ഇനി മേലാൽ ഈ തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ എല്ലാവരും മുമ്പിൽ നാണം കെട്ട് തൊലിയുറിഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും അഭി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ കാണിച്ചത്, അവരുടെ ബാഗിൽ അമ്മ മാലിട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതേടാ ഞാൻ ആ കനകത്തിന്റെ ബാഗിൽ മാലിട്ട് വെച്ചിരുന്ന, പക്ഷെ നിന്റെ പെണ്ണുമ്പള്ളി ഉണ്ടല്ലോ ആ നവ്യ, അവളത് കണ്ടുപിടിച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചു, ഇപ്പൊ അവളെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക
എന്നിട്ട് അവൾ ആ മാല എടുത്ത് മാറ്റിയിട്ട് അവൾ എൻ്റെ കൊണ്ട് തന്നെ തന്നിട്ട് തിരിച്ചുകൊണ്ട് വെക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. അങ്ങനെ അഭിയും ജലജ നമ്മൾ ചെറിയൊരു ഉടക്കൊക്കെ ഉണ്ടാകുകയും ജലജ അവൻ്റെ ഷർട്ടിനെ കുത്തി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മാലയാണെങ്കിൽ നയന വീണ്ടും പൂജിച്ച് മുറിയിൽ കൊണ്ട് ഭദ്രമാക്കി എല്ലാവരും മുമ്പിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അനി ഓർക്കാണ്, ഈശ്വര അത് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു, അതിൻ്റെ എങ്കിലും പേര് പറഞ്ഞ് എനിക്ക് കല്യാണത്തിൽ നിന്ന് ഒഴിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ഇപ്പോഴും ഒരു സങ്കടം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ പറയാണ്, കല്യാണത്തിന് ചെലവായിട്ട് എല്ലാവർക്കും എൻ്റെ വക ഒരു ബ്യൂട്ടീഷ്യൻ നടത്തുന്നുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നയനയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ അവാർഡ് വരുന്നുണ്ട്. അങ്ങനെ അവാർഡ് എല്ലാവരും നിൽക്കുന്ന സമയത്തായിരിക്കും വരുന്നത് കേട്ടോ. അവാർഡ് വന്ന പാടെ കൊണ്ടുവരുന്ന ജയനാണ്. ഈ ജയൻ വന്നിട്ട് പറയുന്നുണ്ട്, നയന ഇങ്ങോട്ട് വന്നേ, ഇതാ നിനക്കൊരു പാഴ്സൽ ഉണ്ടെന്ന് പറയുമ്പം എനിക്കെന്താ പാഴ്സൽ എന്ന് വന്ന് തുറന്നു നോക്കുമ്പോഴായിരിക്കും ഈ ഒരു അവാർഡിൻ്റെ കാര്യം കാണുന്നത്. ജയൻ പറയുകയാണ്, മോക്കാണ് ഈ വർഷത്തെ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ അവാർഡ് കിട്ടിയത്, മോഡൽ ഡിസൈൻസിനൊക്കെ അത്രയ്ക്കും പ്രാധാന്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ സെലിബ്രേഷൻ നടന്ന സ്ഥലത്ത് TV-കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, മീഡിയാസൊക്കെ വരുന്നുണ്ട്. അവർ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചോദിക്കുമ്പം എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ അച്ഛൻ്റെ കഴിവുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറേ അങ്ങ് തള്ളി മറിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമിക വന്ന് നയനയ്ക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജാനകി ചോദിക്കുകയാണ്, ഓഹോ അതിനു മുമ്പ് നീ കാര്യങ്ങളെല്ലാം അവളെ വിളിച്ച് പറഞ്ഞല്ലേടാ, അവൾ ഉടനെ ഗിഫ്റ്റും കൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനിക്കാണുള്ള ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ അനാമികനെ അവൻ വിളിച്ചിട്ട് കൂടിയില്ല, ഫേസ്ബുക്ക് വഴി അറിഞ്ഞിട്ടാണ് അവൾ വന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അനാമിക എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ, ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഇതിൻ്റെ ഒരു ചിലവായിട്ട് എല്ലാവർക്കും എൻ്റെ വക ഫ്രീ മേക്കപ്പ് എന്ന് പറയാണ്. ഇഷ്ടമുള്ളതുപോലെ എല്ലാവരും ഇഷ്ടംപോലെ ഡ്രസ്സ് എടുത്ത് എന്തൊക്കെ ഒരുങ്ങണോ അങ്ങനെയൊക്കെ ഒരുങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെയാണ് എല്ലാവരും കൂടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ പോകുന്നില്ല, എല്ലാ ബ്യൂട്ടീഷ്യനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ആര് കിച്ചണിൽ പാചകം ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ജലജ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ലേഡീസിന് മേക്കപ്പും ഞങ്ങൾ ജെൻസിനാണെന്ന് അടുക്കള കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കയ്യിലും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ബനിയനൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അടുക്കളയിൽ പാചകമൊക്കെ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആദർശ് നയനയ്ക്ക് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുകയും നയനെ അതുപോലെ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നയനെ ആ ഒരു മോഡേൺ ഡ്രസ്സിലൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനെയും ബാക്കി എല്ലാവരും നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയനെ കണ്ടപാടെ ആദർശ് ഇങ്ങനെ കണ്ട അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് വെച്ച കറികളെല്ലാം വന്ന് ഇവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ എല്ലാവരും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആദർശ് വെച്ച കറികളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ് അടുത്ത ആഴ്ച കംപ്ലീറ്റ് വരാൻ പോകുന്നതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോസ് ഓരോ ഘട്ടമായിട്ട് ഓരോ എപ്പിസോഡ്സ് ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.